ടാൽഡ്രോപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന മിഷൻ തികച്ചും വ്യത്യസ്തമാണ്. ഒരുപാട് വർഷങ്ങൾ നീണ്ട കേസ് സ്റ്റഡീസിൻ്റെയും ഡിസ്കഷൻ്റെയും ഒക്കെ എക്സ്പീരിയൻസ് നിന്നുണ്ടായ റിസൾട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന കോൺസെപ്റ്റ്. ഒരുപാട് വർഷങ്ങളെന്ന് പറയുമ്പോൾ 2010 മുതൽ ഈ വിഷൻ്റെ ഭാഗമായിരുന്ന ഒരുപാട് പേരുടെ എഫേർട്ടിൻ്റെ ടോട്ടൽ ഔട്ട്കം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന മിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏക കമ്പനി ടാൽഡ്രോപ്പ് ആണെന്ന് നിസ്സംശയം പറയാം. ഇന്ന് നാം കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള പല ഓണ്ടർപ്രണേഴ്സിനും പറയാൻ ഒരു ക്രൈസിസിൻ്റെയും ഫെയിലൂറിൻ്റെയും കഥയുണ്ടാകും. അതുപോലെ 2015-16 കാലഘട്ടത്തിലുണ്ടായ വളരെ വലിയൊരു ക്രൈസിസും ഫെയിലൂറും ഓവർകം ചെയ്തു വന്നവരാണ് ഇന്നത്തെ ടാൽഡ്രോപ്പിൻ്റെ കോ-ഫൗണ്ടേഴ്സ്. ക്രിയേറ്റീവായ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിലെത്തിച്ച് വലിയൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ തുടങ്ങിയ കമ്പനിക്ക് 2016 വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. കേരളം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ടെക് സംരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങളെ പുറകിലേക്ക് അടിച്ചത് ഇവിടെ അത്തരമൊരു കമ്പനിക്ക് വളക്കൂറില്ല എന്ന സത്യമായിരുന്നു. IT സർവീസുകളുടെ ഉപഭോക്താക്കളായ ഒരു ടെക് കമ്മ്യൂണിറ്റിയുടെയും പ്രൊഡക്റ്റീവായ മാൻ പവറിൻ്റെയും ഇതൊക്കെ മനസ്സിലാക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെയും അഭാവം ഞങ്ങളെ ശരിക്കും വരച്ചു. വാസ്തവത്തിൽ എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ പുസ്തകം വിൽക്കാൻ ഇറങ്ങിയവരുടെ അവസ്ഥയായി ഞങ്ങളുടേത്. അന്നത്തെ ആ അവസ്ഥയുടെ കാരണത്തെ പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. സ്റ്റാർട്ടപ്പുകളെ വളർത്തുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ ആവശ്യം മറ്റാരെക്കാളും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സത്യത്തിൽ ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന പ്രൊജക്റ്റിലേക്ക് ഞങ്ങളെ നയിച്ചത്. കേരളത്തിലെ ജനങ്ങൾക്ക് ടെക്നോളജി അവബോധമുണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു ടെക് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നും ടാലൻസിനെ കണ്ടെത്തുന്ന ഒരു വലിയ മിഷനാണ് ടാൽഡ്രോപ്പ് നടപ്പിലാക്കുന്നത്. ടാൽഡ്രോപ്പ് എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ കണക്റ്റിംഗ് ടാലൻസ് എന്ന ആശയം ഇതിലൂടെ പ്രാവർത്തികമാവുകയാണ്. ടാൽഡ്രോപ്പ് ബിൽഡ് ചെയ്യുന്ന ടെക് അവെയറായ ഇതേ ജനത തന്നെയാണ് ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റിയായി മാറുന്നത്. ഈ ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ബാക്ക്ബോൺ. കേരളത്തിലെ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലോ കോളേജുകളിലോ തുടങ്ങുന്ന ടെക്കി സ്പാർക്ക് എന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിലൂടെയാണ് ടാൽഡ്രോപ്പ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന മിഷന് അടിത്തറ പാകുന്നത്. ടെക്കി സ്പാർക്കുകളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളിലൂടെ ടാൽഡ്രോപ്പ് ഒരു ഫിസിക്കൽ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, പൊളിറ്റീഷ്യൻസ്, ബ്യൂറോക്രാറ്റ്സ്, കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ സമൂഹത്തിലെ എല്ലാതരം ജനങ്ങൾക്കും ടെക്കി സ്പാർക്കുകൾ ഉപയോഗപ്പെടുത്തി ടെക് അവെയർ ആവാനുള്ള സാഹചര്യം ടാൽഡ്രോപ്പ് ഒരുക്കുന്നു. ഇങ്ങനെ ടെക്കി സ്പാർക്കുകൾ എന്ന ഫിസിക്കൽ പ്രസൻസിലൂടെ ടെക് അവെയർ ആകുന്ന ഒരു സമൂഹം ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു. ഇതേ സമയം തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ സാധ്യതകൾ യൂസ് ചെയ്ത് ടാൽഡ്രോപ്പ് ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു. ബ്രാൻഡിങ്ങും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മീഡിയ പാർട്ണർഷിപ്പുമൊക്കെ ടാൽഡ്രോപ്പിനെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. കൂടാതെ ടാൽഡ്രോപ്പിൻ്റെ കമ്മ്യൂണിറ്റി OTT പ്ലാറ്റ്ഫോമായ യായിലൂടെ സൈബർ സെക്യൂരിറ്റി അവെയർനെസ്സും ടെക്നോളജി ഫണ്ടമെൻ്റൽ പ്രോഗ്രാമും ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമൊക്കെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഡിജിറ്റൽ കമ്മ്യൂണിറ്റിയും ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു. ഇതുപോലെ ടെക്നോളജി അവെയറായി ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുന്ന ജനങ്ങൾ തന്നെയാണ് ടാൽഡ്രോപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നിന്ന് ബിൽഡ് ചെയ്യപ്പെടുന്ന കമ്പനികളുടെ ഗുണഭോക്താക്കളായി മാറുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സും മെൻറ്റേഴ്സും സപ്പോർട്ടേഴ്സും റിസോഴ്സും ഒക്കെയായി മാറുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും നെറ്റ്ഫ്ലിക്സും ബൈജൂസ് ആപ്പും ഒക്കെ പോലെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന കമ്പനികളുടെ ഗണത്തിലേക്ക് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പുകളും എത്തിച്ചേരുമെന്നുള്ള ഉറപ്പിന് കാരണം ഈ ടാൽഡ്രോപ്പ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് തന്നെയാണ്.